അതിനകത്തൊന്നുമില്ല. പേടിക്കാനില്ല? ഇല്ല. പേടിക്കാൻ വരണ്ട? വേണ്ട. ഹൊറർ എന്ന് പറയുന്ന സംഭവം അല്ലാടോ. കുറച്ചുണ്ട്. ഇപ്പോൾ ഹോളിവുഡിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി റിവ്യൂസ് ഒക്കെ കിട്ടിയ ഒരു ഹൊറർ മൂവി അങ്ങനെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും കേരളത്തിൽ റിലീസിന് എത്തിയിട്ടുണ്ട്, ഒബ്സഷൻ. അപ്പോൾ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. മലയാളികൾക്ക് വർക്കായെന്നൊക്കെ അറിയാം. അപ്പൊ നേരെ ഒബ്സഷൻ റിവ്യൂലേക്ക്. ഒരു ഹൊറർ പ്രതീക്ഷിച്ചു വരുമ്പോൾ ഹൊറർ എന്ന് പറയുന്ന സംഭവം അല്ലാടോ. ഇതിനകത്തൊരു സൈക്കോളജി ത്രില്ലറാണ്. ഈ ത്രില്ലർ ഒരു നമ്മളെ പിടിച്ചിരുത്തും. വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പിടിച്ചിരുത്താനുള്ള കഴിവ് സെക്കൻഡ് ഹാഫിൽ സിനിമയ്ക്ക് നന്നായിട്ടുണ്ട്. ഭയങ്കര ഇമോഷണൽ ഹുക്കുള്ള പടമാണ്. നമ്മൾ പ്രേമിക്കുന്നവർക്ക് അത് കണക്ട് ചെയ്യും കേട്ടോ. സ്നേഹിച്ചവർക്ക്, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ബ്രേക്കപ്പ് ആയവർക്ക് ഇത് കണക്ട് ചെയ്യും. എന്താണ് ലവ്, ഇങ്ങനെ വേണോ, ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് വേണോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ നമുക്ക് ഇങ്ങനൊരു പ്രേമം വേണ്ട, ഇങ്ങനൊരു പ്രണയം വേണ്ട. അയ്യോ അമ്മേ, കിട്ടിയാ തകർക്കും. ഇന്ത്യയിൽ കിട്ടിയാൽ തകർക്കും തീർച്ചയായിട്ടും. നമ്മള് റീൽസിൽ കണ്ടതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. എന്തോ ഉണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ കിട്ടണമെന്നുള്ളത് കൊണ്ട് അത് കിട്ടി. സത്യമായിട്ടും കിട്ടി. 100% ഹാപ്പിയാണ്. കൊടുത്ത കാശ് മുതലായി. ഒന്നുമില്ല, ഞെട്ടിയില്ല, പേടിക്കാനില്ല, ഹൊററില്ല എന്നാണ്. ഹൊറർ പ്രതീക്ഷിച്ച ഹൊറർ കിട്ടിയില്ലെന്നാണോ അതോ? അല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ പോയി. കൊള്ളൂല. അതെന്താ ഇഷ്ടപ്പെടാഞ്ഞേ? വയലൻസ് ഇഷ്ടപ്പെട്ടില്ല? ജംസ്കെയർ വർക്കായില്ല? അതിനകത്തൊന്നും ഇല്ല. പേടിക്കാനില്ല? ഇല്ല. പേടിക്കാൻ വരണ്ട? വേണ്ട. ലവേഴ്സിന് മാത്രമേ കണക്ട് ആവുള്ളൂ? അതിനകത്തൊന്നും കണക്ട് ആവില്ല. ആണോ? ഓക്കെ, ഡിഫറെന്റ് ഒപ്പീനിയൻ. താങ്ക് യു. ത്രില്ലറാണ്, അടിപൊളി സിനിമ. ഭയങ്കര പ്രതീക്ഷയിനപ്പുറം ഹൊറർ. പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഉണ്ടായിരുന്നു. നല്ലപോലെ പേടിക്കാനുണ്ട്. ഹൊറർ എന്ന് പറയുമ്പോൾ എങ്ങനെ ജംസ്കെയർ പരിപാടിയാണോ? ജംസ്കെയർസ് ഉണ്ട്, ഒത്തിരി ഉണ്ട് ജംസ്കെയർസ്. അടിപൊളി സിനിമ. കൂടുതൽ ലവേഴ്സിനൊക്കെ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, ഇത് കുറച്ചും കൂടെ സൈക്കോട്ടിക് ലെവലിലാണ്. ഒരു ക്രീപ്പി ലെവലിലോട്ട് പോയി. കുറച്ച് അധികം പേടിച്ചു. അതാണ് ഒരു എങ്ങനെയാണ്? ഭയങ്കര ഒരു ഹൊറർ മൂമെന്റ്സ് ആണ്. ജംസ്കെയർസ് ഒരുപാടുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ സൈക്കോട്ടിക് ത്രില്ലർ. അത് തന്നെയാണ്. മസ്റ്റ് വാച്ച് ആണ്. മസ്റ്റ് വാച്ച് ആണ്. എലമെന്റ്സ് ഒക്കെ വർക്കായി. പേടിക്കാനുണ്ട്? കണ്ട നല്ലതാണ്. കുറച്ച് പേടിക്കാനുണ്ട്. ഓക്കെ, ശരിക്കും പേടിക്കാനുണ്ടോ? അതോ? അല്ല, സൈക്കോളജിക്കൽ ഹൊറർ. ശരിക്കും പേടിക്കും. ഓക്കെ, നല്ല ഇപ്പൊ വിചാരിച്ച പോലെ ഇഷ്ടപ്പെട്ട് കൊള്ളായിരുന്നു. ഇപ്പം ഓരോ ത്രില്ലിംഗ് ആയിക്കോട്ടെ, പെട്ടെന്ന് നമ്മള് വിചാരിക്കാത്ത ടൈമിംഗ് ആയിരിക്കും. ഞെട്ടി നമ്മള് ഭയങ്കര ജംസ്കെയർ മോൺസ് ആണോ കൂടുതല്? സ്റ്റോറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു സ്റ്റോറി ഒക്കെ ഓക്കെ സ്റ്റോറി ആയിരുന്നു. ഹാഫ് പോർഷൻ തൊട്ട് പകുതി തൊട്ട് അങ്ങോട്ടാണ് നമ്മള് ഒരു വയലൻസ് പാർട്ട് വെച്ചിട്ടുണ്ടോ? വയലൻസും എലമെന്റ്സ് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. തിയേറ്റർ വാച്ച് ഹൊറർ ഫാൻസിനൊക്കെ മസ്റ്റ് ആയിട്ട് മസ്റ്റ് വാച്ച് ആണ്. ആണോ ബ്രോ? ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സൈക്കോളജിക്കലാണ് സംഭവം. പ്രേതം അങ്ങനത്തെ ടൈപ്പ് കുറച്ചുകൂടെ സൈക്കോളജി. ഓക്കെ, നമ്മൾ സബ്സ്റ്റൻസ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനത്തെ കുറെ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് വയലൻസ് ഉണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. കൊള്ളാം, എല്ലാവരും വർക്കാവും. ഭയങ്കര നല്ല മൂവി ആയിരുന്നു. എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അത്ര മുള്ളാണോ? അങ്ങനെ ഭയങ്കര ഹൊറർ ആയിട്ടല്ല, പക്ഷെ പെട്ടെന്ന് ഞെട്ടിക്കുന്ന കുറെ സാധനങ്ങൾ അങ്ങനെയൊക്കെ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ അങ്ങനെയൊക്കെയാണോ? അങ്ങനെയല്ല, എന്താ എന്നാലും പക്ഷെ ഹൊറർ ഫുള്ളായിട്ട് ഹൊറർ അല്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് ജംപ് സ്കെയർസ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കുറെ സാധനങ്ങൾ. ഫ്ലാഷർ ത്രില്ലർ ഒക്കെയാണോ? വയലൻസ് ഒക്കെ ഉണ്ടോ? വയലൻസ് കുറച്ചുണ്ട്, വലുതായിട്ട്. ഓക്കെ, അത് ത്രില്ലർ ഫാൻസ് ഒക്കെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും.